കടുത്ത പരിഹാസവുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. US ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്ന പാകിസ്ഥാന്റെ സമീപനത്തിനെതിരെയാണ് ഇസ്രയേലിന്റെ പരിഹാസം. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുമാണ് പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നതെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയത്. ലെബനിലെ ആക്രമണങ്ങൾ നിർത്തുന്നതും വെടിനിർത്തലിന്റെ ഭാഗമാണെന്ന് പാകിസ്ഥാന്റെ പ്രസ്താവന പച്ചക്കള്ളമാണെന്നും ലെബനിൽ ഹിസ്ബുള്ളയെ തകർക്കുന്നതുവരെ പിന്മാറില്ലെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഹിസ്ബുള്ളയെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്ന ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ എങ്ങനെ നിഷ്പക്ഷമായി പെരുമാറാൻ കഴിയുമെന്നും ഇസ്രയേൽ ചോദ്യം ഉന്നയിച്ചു. ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ പരീക്ഷണങ്ങളും തടയാൻ പാകിസ്ഥാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും ഇസ്രയേൽ അറിയിച്ചു. അമേരിക്കയ്ക്ക് അവിടെ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാനെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടാകാം. എന്നാൽ ഇസ്രയേലിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പാകിസ്ഥാൻ പറയുന്നതൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്ന് ഇസ്രയേൽ നയതന്ത്ര പ്രതിനിധി വ്യക്തമാക്കി. വെടിനിർത്തലിന് കൂടുതൽ ചർച്ചകൾക്കായി ഇറാനിയൻ പ്രതിനിധി സംഘം ഇന്ന് ഇസ്ലാമാബാദിൽ എത്തുന്നുണ്ട്. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 10 സമാധാന പദ്ധതിയെ ആസ്പദമാക്കിയാണ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഇസ്രയേൽ ഇതിനോട് സഹകരിക്കാത്തത് ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നു. ലെബനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചത് സമാധാന ചർച്ചകൾ വീണ്ടും വഴിമുട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ ശനിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുമെന്നത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്കായി US പ്രതിനിധി സംഘത്തെ വൈറ്റ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത്. പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന നിർണായക ചർച്ചകളിൽ ഇറാന് വേണ്ടി പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുന്ന അമേരിക്കൻ സംഘത്തിലെ അംഗങ്ങളെ പ്രസിഡന്റ് ട്രംപ് ആണ് നിയോഗിച്ചത്. സംഘത്തിൽ സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, സീനിയർ അഡ്വൈസറും ട്രംപിന്റെ മരുമകനുമായ ജാരേഡ് കുഷ്നർ എന്നിവരും ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് അറിയിച്ചത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. പാകിസ്ഥാൻ വേദിയാകുന്ന ചർച്ചയിൽ വൈസ് പ്രസിഡന്റ് നേരിട്ട് പങ്കെടുക്കുന്നത് അമേരിക്ക ഈ വിഷയത്തിന് നൽകുന്ന പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. ട്രംപ് ഭരണകൂടം അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഒന്നാണിത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ആണവ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്താനും ചർച്ചകൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിലെത്തുന്ന അമേരിക്കൻ സംഘം ഇറാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.